നിപ്പയെയും കോവിഡിനെയും പ്രളയത്തെയും ഓഖിയെയും അതിജീവിച്ച ഒന്നാം പിണറായി സർക്കാർ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് രണ്ടാം തവണയും അധികാരത്തിലെത്തിയത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നേരിടേണ്ടി വന്നത് പ്രകൃതി ദുരന്തങ്ങളെക്കാൾ ഏറെ രാഷ്ട്രീയ വെല്ലുവിളികളായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, സ്പ്രിംഗ്ലർ, ബ്ലൂബെറി തുടങ്ങി ഒട്ടേറെ വിവാദങ്ങൾ തലപൊക്കി. എന്നാൽ അതിനെല്ലാം നിസ്സാരമായി അതിജീവിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് നേട്ടം തന്നെയാണ്. മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഉയർന്നുവരുന്ന ലാവലിൻ സ്വർണ്ണക്കടത്ത് കേസുകൾ പോലെ ഇത്തവണയും ഉയർന്നു വന്നു മാസപ്പടി വിവാദവും. എന്നാൽ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അതിനെ അതിജീവിക്കാനാകുമെന്ന് തന്നെയാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് CPM-ഉം സർക്കാരും നടത്താനിരിക്കുന്ന പദ്ധതികൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. 18 മാസം കൊണ്ട് പരമാവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി സർക്കാരിന്റെ മുഖം മിനുക്കണം. IAS-കാരെയും ജീവനക്കാരെയും ഒപ്പം നിർത്താൻ പരിശ്രമം നടത്തണം. വികസനം മുദ്രാവാക്യമാക്കി വീണ്ടും ഭരണം പിടിക്കാൻ പാർട്ടിയുടെ വിലയിരുത്തൽ വേണം. പാവങ്ങൾക്കായി കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കും. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖം മിനുക്കലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ മെച്ചം ലഭിക്കില്ലെന്ന് വിലയിരുത്തുന്ന ഇടതുമുന്നണി വികസനത്തിലൂടെ മുഖം മിനുക്കിയാൽ 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൊയ്യാമെന്ന് വിലയിരുത്തുകയാണ്. വികസനം മുദ്രാവാക്യമാക്കി മൂന്നാം തുടർഭരണം പിടിക്കാമെന്ന പ്രതീക്ഷ ഏറെ തന്നെയാണ്. ഇതിന്റെ ഭാഗമായി IAS ഉദ്യോഗസ്ഥരുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടിയിരുന്നു. വികസന പദ്ധതികൾ നടക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖം മിനുക്കൽ തന്നെയാണ്. മുൻഗണനാക്രമത്തിൽ അതിവേഗം നടപ്പാക്കിയും കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചും സർക്കാരിന്റെ മുഖം മിനുക്കാനാണ് നിലവിലെ തീരുമാനം. വകുപ്പ് സെക്രട്ടറിമാർ നൽകുന്ന പദ്ധതികൾ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി നടപ്പിലാക്കും. സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ശബരിമല വിമാനത്താവളമടക്കം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം വകുപ്പ് സെക്രട്ടറിമാരുടെ ഭാഗത്തു നിന്നും ഊർജിത നടപടികൾ ഉണ്ടാകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതിനായാണ് ചീഫ് സെക്രട്ടറിമാരെ കൊണ്ട് സെക്രട്ടറിമാരുടെ യോഗം വിളിപ്പിച്ചത്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും തൊഴിലവസരങ്ങൾ കൂട്ടുവാനുമുള്ള പദ്ധതികളും നടപ്പിലാക്കും. വ്യവസായ സംരംഭങ്ങൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തിയെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ നിക്ഷേപകരെ ആകർഷിക്കാനായിട്ടില്ല. ഗവർണർ ബില്ലിൽ ഒപ്പിട്ടതോടെ ഭൂമി തരം മാറ്റൽ, പട്ടയഭൂമിയിലെ നിർമ്മാണം ക്രമപ്പെടുത്തൽ അടക്കം നടപടികളും വേഗത്തിലാക്കാമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട്. അടുത്ത ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഈ മുഖം മിനുക്കൽ.